ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മലയാളം അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്കും പടരും. സൂര്യൻ പടിഞ്ഞാറേക്ക് ചായുമ്പോൾ മേൽക്കുപ്പായം ഊരിക്കളഞ്ഞ് അവൻ ടെറസിലേക്ക് ഉലാത്തുന്നത് കണ്ടാൽ ആകാശത്തിൽ നിന്നു വിലപ്പെട്ടതെന്തൊക്കെയോ തന്നിലേക്ക് വലിച്ചെടുക്കുകയാണെന്ന് തോന്നും. വേനലിൽ മാവായവയെല്ലാം പൂങ്കുലകൾ കൊണ്ട് മൂടുമ്പോൾ വേർതിരിച്ചെടുക്കാനാകാത്ത ഒരു ഉന്മാദം അവനെ കീഴടക്കും. വസന്തത്തിൽ ചിന്തകളും ഭാവനകളും ആൽമരത്തിൻ്റെ ചില്ലകൾ പോലെ പടർന്നു പന്തലിക്കുമ്പോൾ തന്നിലേക്കു തന്നെ ഒതുങ്ങിക്കൂടാനാണ് ബോലായിക്ക് ഇഷ്ടം. ഇക്കാലം അത്രയും കേട്ടിട്ടുള്ള കഥകളെല്ലാം തുന്നിക്കൂട്ടി സ്വന്തമായ ഒരു വിചിത്രമായെന്നു നിർമ്മിച്ച് അവനെ തന്നെ പറഞ്ഞു കേൾപ്പിക്കും. തുറിച്ചു നിൽക്കുന്ന വലിയ ഉണ്ടക്കണ്ണുള്ള ആ ബാലന് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവൻ കൂടുതൽ നേരവും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ബോലായ് എന്ന കഥയിലെ ഒരു ഭാഗമാണ്. ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, സൂര്യൻ പടിഞ്ഞാറേക്ക് ചായുമ്പോൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സൂര്യാസ്തമയം, സൂര്യോദയം, മധ്യാഹ്നം. ഏതാണ്? സൂര്യൻ പടിഞ്ഞാറേക്ക് ചായുക എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യാസ്തമയമാണ് അല്ലേ? അപ്പോൾ അവിടെ ഉത്തരം സൂര്യാസ്തമയം. 2, വസന്തത്തിൽ ആൽമരത്തിൻ്റെ ചില്ലകൾ പോലെ പടർന്നു പന്തലിക്കുന്നതെന്ത്? മേൽക്കുപ്പായം, ചിന്തകളും ഭാവനകളും, കഥകൾ. എന്താണ്? അവിടെ ചിന്തകളും ഭാവനകളുമാണ്. 3, കുട്ടിക്കഥകൾ കേൾപ്പിച്ചത് ആരെയാണ്? മഴയെ, ആകാശത്തെ, അവനെ തന്നെ. ആരെയാണ്? അവനെ തന്നെയാണ് അല്ലേ? 4, വേനലിൽ മാവായവയെല്ലാം മൂടുന്നത് വെള്ളത്തുള്ളികൾ കൊണ്ട്, ചില്ലകൾ കൊണ്ട്, പൂങ്കുലകൾ കൊണ്ട്. എന്താണ്? പൂങ്കുലകൾ കൊണ്ടാണ്. മഴ വീഴുമ്പോൾ വെള്ളത്തുള്ളികളുടെ കിലുക്കം അവനിലേക്കും പടരും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മഴയെ ആസ്വദിക്കുന്നു, മഴ നനയേണ്ടി വരുന്നു, മഴയോടുള്ള ദേഷ്യം തോന്നുന്നു. ഏതാണ്? മഴയെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ചോദ്യവും അവയുടെ ഉത്തരങ്ങളും നോക്കി. ഇനി പ്രവർത്തനം 2ലേക്ക് കടക്കാം. പ്രവർത്തനം 2 വിലയിരുത്തൽ കുറിപ്പാണ്. പ്രളയജലത്തിൽ മുക്കാലും മുങ്ങിക്കിടക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കള്ളൻ ഏറെ പ്രതീക്ഷയോടെയാണ് കടന്നു ചെന്നത്. ആരാ? കട്ടിലിൽ അവശയായി കിടന്നിരുന്ന വൃദ്ധ കാൽപെരുമാറ്റം കേട്ടു ചോദിച്ചു. കള്ളൻ എന്തു പറയണമെന്നറിയാതെ നിന്നു പരുങ്ങി. വൃദ്ധയുടെ കാഴ്ച മങ്ങിയ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം അയാൾ കണ്ടു. വൃദ്ധയെ താങ്ങിയെടുത്ത് അയാൾ പുറത്തേക്കിറങ്ങി. വൃദ്ധയെയും ചുമന്ന് വീട്ടിലെത്തിയ കള്ളനെ കണ്ടു ഭാര്യ ആശ്ചര്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ആദ്യം ഈ മുത്തശ്ശിക്ക് അല്പം കഞ്ഞു കൊടുക്ക്. പാവം, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. KK പലശമന്നയുടെ ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ഇനി ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് കഥയിലെ കള്ളൻ്റെ പ്രവൃത്തി വിലയിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ കള്ളൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്? നമുക്കറിയാം, കഥയിലെ കള്ളൻ മനുഷ്യത്വം നശിക്കാത്ത, ഇപ്പോഴും സഹജീവികളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. സാഹചര്യം കൊണ്ട് കള്ളനായി മാറിയ ഒരു മനുഷ്യനാണ് അയാൾ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവൃദ്ധയെ കള്ളൻ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഥയിലെ കള്ളൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ B ചോദ്യം അർത്ഥവ്യക്തതയോടെ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? മനുഷ്യവർഗം, മനുഷ്യരുടെ വർഗം, വഴിയോര കാഴ്ചകൾ. എങ്ങനെയാണ്? വഴിയോരത്തെ കാഴ്ചകളെയാണ് നമ്മൾ വഴിയോര കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വഴിയോരത്തെ കാഴ്ചകൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി പ്രവർത്തനം 3 പോസ്റ്ററാണ്. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. ജനുവരി 21 കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമാണല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണല്ലേ? ആ ദിവസം സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ബഷീർ ജന്മദിനാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? നമുക്കൊരു ഹെഡിങ് കൊടുക്കാം, ബഷീർ ജന്മദിനാഘോഷം അല്ലേ? ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനത്തിൽ എന്താണ്? സ്കൂളിൽ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുന്നത് എഴുതാം. സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ബഷീർ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. കാര്യപരിപാടികൾ: സ്വാഗതം, അനുസ്മരണ പ്രസംഗം, ബഷീർ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കരണം, ബഷീർ പുസ്തക പ്രദർശനം, പിന്നെ തന്നെ പൂവമ്പഴം നാടകം. ഇത്രയും കാര്യങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ അതൊക്കെ എഴുതി നിങ്ങളൊരു ബോക്സിലാക്കിയിട്ട് വേണമെങ്കിൽ ബഷീറിൻ്റെ ഒരു ചിത്രവും കൂടെ നിങ്ങൾക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി പ്രവർത്തനം 4 നോക്കിയാലോ? അനുഭവക്കുറിപ്പാണ്.
ചെറുകഥാകൃത്ത് VR സുധീഷ് കരുണ സിനിമ കാണാൻ പോയ അനുഭവം വായിച്ചു നോക്കുക. കരുണ കണ്ടത് നല്ല ഓർമ്മയുണ്ട്. കാണാൻ ഞാൻ വാശി പിടിച്ചു കരഞ്ഞിരുന്നു. ആ കഥ ചുറ്റിലും എവിടെയോ നിന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു. കൊയിലാണ്ടിയിൽ നിന്നും നടന്നാണ് അച്ഛൻ്റെ കൂടെ പന്തലായനി വരെ പോയി കരുണ കണ്ടത്. പന്തലായനിയിൽ അന്നൊരു ഓല മേഞ്ഞ ടാക്കീസ് ഉണ്ടായിരുന്നു. ഇന്നില്ല. പണ്ട് ധാരാളമായി സിനിമ കണ്ട കൊട്ടകൾ ഇല്ലാതെയായ ഇടങ്ങൾ. ഇന്ന് ചെന്നെത്തുമ്പോൾ പഴയ ചില ചലച്ചിത്രങ്ങൾ തെളിഞ്ഞു മറയുന്നു. പന്തലായനി ഒരു സ്ഥലപ്പേരാണ്, നമുക്കറിയാം അല്ലേ. പന്തലായനി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോടിനടുത്തുള്ള ഒരു സ്ഥലപ്പേരാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ചോദ്യം എന്താണെന്ന് നോക്കാം. സിനിമ കാണാൻ പോയ ചില അനുഭവങ്ങൾ നിങ്ങൾക്കുമില്ലേ? അവ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾ എഴുതാവുന്നതാണ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ന ആളുടെ കൂടെ സിനിമ കാണാൻ പോയി, അപ്പം ഞാൻ കണ്ടത് ഈ സിനിമയാണ്. ആ സ്ഥലത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ എഴുതാം. ആ സിനിമയിലെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് എഴുതുക. ഇനി പ്രവർത്തനം 5 ശീർഷകം നൽകി ഔചിത്യം വ്യക്തമാക്കുക എന്നതാണ്. കഥ എഴുതാൻ അറിയാത്ത ഞാൻ കഥാമത്സരത്തിന് പേര് നൽകി. വിഷയം കിട്ടി. സത്യം. അടുത്തിരുന്ന ഗോവിന്ദ് എഴുതിയ കഥ അതേപടി പകർത്തി വെച്ചു. കഥയുടെ പേര് പോലും. എന്നിട്ട് ആദ്യം തന്നെ ടീച്ചർക്ക് കൊണ്ടുകൊടുത്തു. കഥ നന്നായിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. കഥ ക്ലാസ്സിൽ വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. ഒരു കള്ളച്ചിരിയോടെ ഗോവിന്ദും കൈയടിച്ചു. കഥയ്ക്ക് ഉചിതമായ ഒരു ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ നമുക്ക് എഴുതാൻ കഴിയുക? നല്ല രസമുള്ളൊരു കഥയാണല്ലേ. കാരണം സത്യം എന്നാണ് വിഷയം. ആ വിഷയത്തിൽ ചെയ്തതെന്താണ്? വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ശീർഷകം അസത്യം എന്ന് കൊടുക്കാം അല്ലേ. അസത്യം. ഈ പേര് നൽകുവാനുള്ള ഔചിത്യം കഥയുടെ വിഷയം സത്യമാണ്. എന്നാൽ കഥയിൽ കള്ളത്തരവും വഞ്ചനയും കോപ്പിയടിയുമാണ്. അതിനാൽ അസത്യം എന്ന പേരാണ് ഞാൻ ഈ കഥക്ക് നൽകുന്നത്. ഈ തലക്കെട്ട് കാണുന്നവർക്ക് സത്യമല്ല, എന്നാൽ എന്തോ കുഴപ്പമുണ്ട് എന്ന ധാരണ വരുത്താൻ ഈ തലക്കെട്ടിന് കഴിയും. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം. CV ബാലകൃഷ്ണന്റെ പരൽമീൻ നീന്തുന്ന പാടം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലുള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ് പരൽമീൻ നീന്തുന്ന പാഠം എന്നുള്ളത്? ഇവിടെ ആത്മകഥ, നോവല്, ചെറുകഥ. ഏതാണ്? ആത്മകഥയാണ്. ഓക്കെ, ആത്മകഥയിലുള്ളതാണ്. ഇനി പ്രവർത്തനം 6 താരതമ്യക്കുറിപ്പാണ്. മരങ്ങൾ. ഖലീൽ ജിബ്രാന്റെ മരങ്ങൾ എന്ന കവിതയിലെ ഒരു 3 വരികൾ തന്നിട്ടുണ്ട്. പീച്ച് പുഷ്പങ്ങൾ വാങ്ങാം പക്ഷേ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും? പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളെയും ഖലീൽ ജിബ്രാന്റെ വരികളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? മരങ്ങൾ എന്ന കവിതയിൽ മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന കവിതകളാണ് മരങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കവിത മഹത്തരമാണ്, അതിനാൽ മരങ്ങളും മഹത്തായതാണ്. എല്ലാ വനവും എക്കാലവും മുറിക്കുന്നത് ഉചിതമല്ല എന്ന് പറയാതെ പറയുന്നു. പീച്ചു പൂന്തോട്ടം എന്ന ഭാഗത്ത് പുഷ്പങ്ങളും പൂന്തോട്ടങ്ങളും രണ്ടും രണ്ടാണ് എന്ന് കുട്ടി തിരിച്ചറിയുന്നു. പൂന്തോട്ടവും കൃഷിസ്ഥലമായി കാണാനും വൃക്ഷങ്ങൾ നിറഞ്ഞ കാടായി കാണാനും അവ നശിച്ചാൽ പിന്നീട് ഉണ്ടാക്കുക എളുപ്പമല്ലെന്നും കുട്ടി തിരിച്ചറിയുന്നു. വനനശീകരണത്തിനെതിരെയുള്ള ഒരു ആഹ്വാനമാണ് ഇതിനെ കാണുന്നത്. 2 വായനാഭാഗങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ വനനശീകരണവും മരം മുറിക്കലും പാടില്ല എന്ന ആശയത്തെ ഇതിലുള്ളതെന്നും കാണാം. വനങ്ങളും മരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന സന്ദേശം 2 വായനാക്കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ 2നെ കുറിച്ചിട്ട് നമ്മളതിൽ പരാമർശിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് ഒരു താരതമ്യക്കുറിപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിലെ ബി ചോദ്യം. പീച്ച് പൂന്തോട്ടം എന്ന തിരക്കഥയിൽ അവൻ നല്ല കുട്ടിയാണ്, പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ ഒരിക്കൽ കൂടി കാണാൻ അവനെ അനുവദിക്കുകയല്ലേ എന്ന് പറയുന്നത് ആരാണ്? പരിചാരകർ, പാവരാജാവ്, പാവരാജ്ഞി. ആരാണ്? പാവരാജാവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അനുഭവക്കുറിപ്പ് മാത്രം നമ്മൾ ആൻസർ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളുടെ അനുഭവക്കുറിപ്പാണ്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.